ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചില മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കുടുംബമായിട്ട് എല്ലാവർക്കും കടന്നു വരുവാനും നിങ്ങളെ കാണുവാനും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനും ആത്മീയമായി സന്തോഷിക്കുവാനും ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ അറിയുന്ന പോലെ കഴിഞ്ഞ നാളിൽ വളരെ പരിശോധനയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ഇതുവരെയും താങ്ങി ഞങ്ങളെ നിലനിർത്തി. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെ സഹായകരമായിരുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവരോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ വഹിക്കണമേ എന്ന് ദയവായി ഓർപ്പിക്കുന്നു. ഇബ്രാഹിം 12-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഞാൻ ചിന്തിക്കുവാൻ ഇടയായിരുന്നു. അവിടെ നാം വായിക്കുന്ന യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു എന്നാണ്. ഞങ്ങളുടെ അനുഭവത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെതായിരിക്കുന്ന ശിക്ഷണമാണ് ഒരു പരിധിവരെ ഞങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ വളരെ ധൈര്യം നൽകുന്നതായിരുന്ന വാക്യം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ നാം കാണുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ അപ്രതീക്ഷിതമാണെന്ന് തോന്നാമെങ്കിലും അതിലൂടെയും ദൈവത്തിന് നന്മയാണെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ അതിൽ സന്തോഷിക്കുവാനും സമാധാനിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കാനും ഇടയായിത്തീരുന്നെന്നുള്ള ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും എളിയവരായ ഞങ്ങളെ നിങ്ങൾ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് പ്രാരംഭമായി ഒരു വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 10-ന്റെ 12-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളതായിരിക്കുന്ന ഒരു വാക്യമാണിത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ നൽകുന്നതായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ആകയാൽ താൻ നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഈ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇംഗ്ലീഷിൽ ഈ വാക്യം നാം വായിക്കുമ്പോൾ 12-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് therefore എന്ന പ്രയോഗത്തോടു കൂടിയാണ്. therefore എന്ന് പറയുമ്പോൾ അതിന് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അതിന് അനുബന്ധമായിട്ടാണ് 12-ാമത്തെ വാക്യം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഓർപ്പിച്ചതിന് ശേഷം പൗലോസ് അപ്പോസ്തലൻ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നൽകുന്നതായിരിക്കുന്ന മുന്നറിയിപ്പാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നാം അറിയുന്ന പോലെ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്നതായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ ദൈവം ബലമുള്ള ഭുജം കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും വിടുവിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവത്തിന്റെ ശക്തി ഫറവോൻ കാണുകയും അങ്ങനെ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ച് മരുഭൂമിയിൽ കൂടെ 40 വർഷം നടത്തി കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കുന്ന സംഭവമാണ്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് ഈ അധ്യായം വായിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ ആരംഭവാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഒരു പദപ്രയോഗം ആവർത്തിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തൂടെ കടന്നു, എല്ലാവരും മേഘത്തിനും സമുദ്രത്തിനും സ്നാനമേറ്റു, എല്ലാവരും ഒരേ ആത്മീയാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എല്ലാവരും എന്നുള്ള കാര്യം 5 പ്രാവശ്യം ഈ വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശെ മുഖാന്തരം ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് എല്ലാവരെയും വിടുവിച്ചു എന്ന് വരികയും നമുക്കറിയാം. അവരിൽ ഒട്ടുമിക്ക പേരും ആ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതായിരിക്കുന്നവരിൽ ഒട്ടുമിക്ക പേരും യോശുവയും കാലേബും ഒഴികെ എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിന്റെ കാരണം 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ഭവിച്ചു. ഇസ്രായേൽ ജനത്തിന്റെ അനുഭവം നമുക്കൊരു ദൃഷ്ടാന്തമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ ചെയ്തായിരിക്കുന്ന തെറ്റുകൾ പിന്നീട് വാക്യങ്ങൾ കാണുന്നുണ്ട്. അവർ മോഹിച്ചു, അവർ പരസംഗം ചെയ്തു, വിഗ്രഹാരാധന ചെയ്തു. അതിന്റെ ഫലമായിട്ട് അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയി. അവരിൽ ചിലർ പരീക്ഷിച്ച സർപ്പങ്ങളാൽ നശിച്ചുപോയി. അവരിൽ ചിലർ പിറുപലത്ത് സംഹാരികൾ നശിച്ചുപോയി. അങ്ങനെ അവരിൽ ചിലർ എന്നുള്ളതായിരിക്കുന്ന പദപ്രയോഗവും നാം ആവർത്തിച്ച് ഈ വേദഭാഗത്ത് കാണുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന മുന്നറിയിപ്പാണ്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഇത് നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിപദേശമാണ്.
നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ടാണ് ഇത് ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ടാണ് സംഭവിച്ചത്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ സംഭവിച്ചതായിരിക്കുന്ന പരാജയങ്ങൾ ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അതൊരു വാണിംഗ് ആയിട്ട് നാം എടുത്ത് നമ്മളെ തന്നെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവജനത്തിൽ നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന നാമം അതേ തെറ്റുകളിൽ ചെന്ന് വീഴാതെ, അതിൽ അങ്ങനെ തെറ്റിൽ പെടാതെ നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യമാണ്. നമുക്കുള്ളതായിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ഈ വേദഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഈ വാക്യം നാം ഇംഗ്ലീഷിൽ ആംപ്ലിഫൈഡ് വേർഷനിൽ വായിക്കുമ്പോൾ അതിന് ആശയം കുറച്ചുകൂടെ വ്യക്തമാകുന്നുണ്ട്. Therefore let the one who thinks he stands firm, immune to temptation, being overconfident and self-righteous, take care that he does not fall into sin and condemnation. അതിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ആരെങ്കിലും ചിന്തിക്കുന്നത് വിചാരിക്കുക എനിക്ക് പരീക്ഷയൊന്നും വരത്തില്ല എന്നുള്ളതായിരിക്കുന്ന ആ അമിതമായ ആത്മവിശ്വാസത്തിലും ആ സ്വയനീതിയിലും ഒരാൾ ചിന്തിക്കുന്നു വരികിൽ സൂക്ഷിച്ചു കൊള്ളുക, അല്ലെങ്കിൽ പാപത്തിൽ വീണ് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതായിരിക്കുന്ന ആശയമാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗത്ത് കാണുന്നതായിരിക്കുന്ന ഈ മുന്നറിയിപ്പ് നമുക്ക് ഓരോരുത്തർക്കും ഉൾക്കൊള്ളുവാനായിട്ട് ഇടയായിട്ട് തീരേണ്ടതാണ്. ഇസ്രായേൽ മക്കൾ എല്ലാവരും മിസ്രയീമിൽ ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ട് നീട്ടിയ ഭുജം കൊണ്ടും വിടുവിക്കപ്പെട്ടു എന്ന് വരികിലും യോശുവയും കാലേബും ഒഴികെ എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി. അതിന്റെ കാരണം ദൈവം അവരിൽ പ്രസാദിച്ചില്ല എന്നുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് നമുക്ക് മുന്നറിയിപ്പായിട്ട്, നമുക്ക് ദൃഷ്ടാന്തമായിട്ട് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപത്തിൻ്റെതായിരിക്കുന്ന ചതിക്കുഴിയിൽ വീണ് നമ്മുടെ ജീവിതം തകർന്നു പോകാതിരിക്കുവാനായിട്ട് ഇതൊരു മുന്നറിയിപ്പായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഈ വാക്യം കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് ചില ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാം. ഇന്നലെ രാത്രിയിൽ നാം ഓർക്കുകയുണ്ടായി, പ്രിയ സഹോദരൻ ദാവീദിനെ കുറിച്ച് ഇന്നലെ രാത്രിയിൽ വാന സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. ദാവീദിനുള്ള ബന്ധത്തിൽ നമുക്ക് ഈ കാര്യം ഒന്ന് ചിന്തിക്കാം. 1 ശമൂവേൽ 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. 1 ശമൂവേൽ 13:14. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ഇവിടെ ദാവീദിനെ കുറിച്ച് ദൈവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവ തനിക്ക് ബോധിച്ച ഒരു പുരുഷനായി തന്നെ കണ്ടിരുന്നു എന്നുള്ളതാണ്. ആ വാക്യം നാം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അതിന്റെ ആശയം കുറച്ചുകൂടെ വ്യക്തമാണ്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് The Lord has sought for himself a man after his own heart. അതിൽ നിന്നാണ് നാം സാധാരണ പറയുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നുള്ളതായിരിക്കുന്ന ആ പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 13:22. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഇത് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രസംഗമാണ്. പൗലോസിന്റെ പ്രസംഗത്തിൽ ദൈവം ദാവീദിനെ കുറിച്ച് പറഞ്ഞതായിരിക്കുന്ന സാക്ഷ്യം എടുത്തു പറയുന്നതായിട്ട് നാം ഇവിടെ കാണുകയാണ്. I have found David, the son of Jesse, a man after my own heart, who will do all my will എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് ബോധിച്ച മനുഷ്യനായിരുന്നു ദാവീദ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ദാവീദ്. അത് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിലൂടെ നാം ഒന്ന് കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യമാണ്. കേവലം ദാവീദിനെ കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല, അതുപോലെ ആയിരുന്നു എന്നുള്ളത് ആ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമുണ്ടാകുകയില്ല. നമുക്കറിയാം, ദൈവജനത്തിൽ യാതൊരു എക്സാജറേഷനും ഇല്ല. വളരെ 100% ആക്യുറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വ്യക്തികളെ കുറിച്ചാണെങ്കിലും അത് 100% ശരിയാണെന്നുള്ളത് നമുക്ക് അറിയാവുന്നതായിരിക്കുന്ന കാര്യമാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു അനുഭവം നമുക്ക് പരിശോധിക്കാം. 1 ശമൂവേൽ 24-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 1 ശമൂവേൽ 24-ാം അധ്യായത്തിന്റെ
4 മുതൽ 7 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാമെന്ന് യഹോവ നിന്നോട് അരുളിച്ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിന്റെ മനസാക്ഷി കുത്തി തുടങ്ങി. അവൻ തന്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എന്റെ യജമാന്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുത്. അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് തന്റെ ആളുകളെ ശാസിച്ച് അമർത്തി. ശൗലിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചുമില്ല. ശൗൽ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ വഴിക്ക് പോയി. ഇതിന്റെ സന്ദർഭം പശ്ചാത്തലം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ശൗല് ഇസ്രായേലിന്റെ രാജാവായതിനു ശേഷം ദാവീദിനെ താൻ തെരഞ്ഞു നടക്കുകയാണ്. ദാവീദിനെ കൊല്ലുവാനായിട്ട് ശൗലും ശൗലിന്റെ ആളുകളും ദാവീദിന്റെ പിന്നാലെ നടക്കുന്നതായിട്ട് നമുക്കറിയാം. അതിന്റെ കാര്യം നമുക്കറിയാം. ഇന്നലെ രാത്രി നാം ചിന്തിച്ച പോലെ ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം ഇസ്രായേലിലെ കന്യകമാര് സ്ത്രീകൾ പാടി ദാവീദ് 10,000 കൊന്നു, ശൗൽ 1000 കൊന്നു. അപ്പോൾ അന്ന് മുതലാണ് ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങിയത്. അതിന്റെ ഫലമായിട്ട് ദാവീദിനെ കൊല്ലുവാനായിട്ട് ശൗല് ശ്രമിക്കുന്നതായിട്ട് നാം ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഉള്ളതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന സന്ദർഭത്തിൽ ഏൻഗദി മരുഭൂമിയിൽ ദാവീദും ദാവീദിന്റെ ആളുകളും ഉള്ളതായിരിക്കുന്ന സമയത്ത് ശൗലിനെ ഭയന്ന് ദാവീദ് കാടുകളിലും മലകളിലും അലഞ്ഞു നടക്കുന്ന ആ കാലത്ത് ശൗലിനെ പിടിക്കാനായിട്ട് ദാവീദിന് പറ്റിയതായിരിക്കുന്ന ഒരു സന്ദർഭം ആണ് ഈ വേദഭാഗത്ത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ശൗലും ദാവീദും അവർ ഒരു ഗുഹയിൽ തന്നെ എത്തപ്പെടുവാനായിട്ട് ഇടയായി. ദാവീദും അവന്റെ ആളുകളും ഗുഹയുടെ അകത്തും ശൗലിന്റെ കൂടെ ആളുകളും ഗുഹയുടെ വെളിയിലുമായിട്ട് അങ്ങനെ ഒരു ഗുഹയിൽ ഒരു രാത്രിയിൽ അവർ എത്തിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദാവീദിന്റെ കൂടെയുള്ളവർ പറഞ്ഞു, ഇത് പറ്റിയ അവസരമാണ്, ഇപ്പോൾ നമുക്ക് നമ്മുടെ ശത്രുവിന് ഒരു പകരം വീട്ടാം എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞ എന്താണ്? ഇവൻ യഹോവയുടെ അഭിഷിക്തനാണ്, അവന്റെ മേൽ ഞാൻ ഒന്നും ചെയ്യുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം ദാവീദ് തന്റെ കൂടെയുള്ളവരോട് പറഞ്ഞ് അവരെ ശാസിച്ച് അമർത്തിയതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്റെ ശത്രു എന്ന് ഒരർത്ഥത്തിൽ പറയാവുന്ന ശൗൽ രാജാവിനെ നിഗ്രഹിക്കാനായിട്ട് അനുകൂലമായിരിക്കുന്ന ഒരു അവസരം കയ്യിൽ ലഭിച്ചപ്പോൾ ദാവീദ് അതിന് മുതിരാതെ യഹോവയുടെ അഭിഷിക്തൻ എന്നുള്ളതായിരിക്കുന്ന ആ കാരണത്താൽ തന്നെ ഉപദ്രവിച്ചില്ലെന്ന് മാത്രമല്ല, തനിക്കൊരു മുന്നറിയിപ്പിനായിട്ട് തന്റെ വസ്ത്രാഗ്രം മുറിച്ചെടുത്തതായിട്ട് ഈ അധ്യായം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെതായിരിക്കുന്ന ഹൃദയപ്രകാരമാണ് മനുഷ്യൻ എന്നുള്ളതായിരിക്കുന്ന ആ സത്യം ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ സംഭവത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ രാത്രി നാം ഓർത്തതുപോലെ ഗോലിയാത്തിനെ സംഹരിച്ചതായിരിക്കുന്ന ആ കാര്യത്തിലും ദാവീദ് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിച്ച ഫെലിസ്ത്യ മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ സംഹരിച്ചതായിട്ട് നാം ഇന്നലെ രാത്രിയിൽ ഓർക്കുകയുണ്ടായി. അപ്പോൾ അവിടെയും ദൈവത്തിൽ ദാവീദിനുണ്ടായിരുന്ന പൂർണ്ണമായിരിക്കുന്ന ആശ്രയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ 1-2 ശമൂവേൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന കാര്യം, ദാവീദ് യഹോവയോട് ചോദിച്ചു എന്നുള്ളതായിരിക്കുന്ന ഒരു പദപ്രയോഗം 9 സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഡേവിഡ് ഇൻക്വയർഡ് ഓഫ് ദ ലോർഡ്, ദൈവത്തോട് ആലോചന ചോദിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. തന്റെ ശത്രുക്കളെ പിന്തുടർന്ന് അവരെ പിടിക്കുന്ന കാര്യത്തിൽ ദാവീദ് ദൈവത്തോട് ചോദിക്കണം, ഞാൻ പോകണമോ? അപ്പോൾ ദൈവം പറഞ്ഞു, നീ പോകണം. ചില സന്ദർഭം ദൈവം പറഞ്ഞു, നീ പോകണ്ട. അങ്ങനെ ഓരോ സന്ദർഭങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ച് തന്റെ ജീവിതം നയിക്കുന്നതായിരിക്കും ദാവീദിനെ നമുക്ക് 1-2 ശമൂവേൽ പുസ്തകങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 ശമൂവേൽ 21-ാം അധ്യായത്തിൽ 4 പ്രാവശ്യം ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യണമോ അതേ ചെയ്യണ്ടയോ? അങ്ങനെ ദൈവം പറഞ്ഞതായിരിക്കുന്ന അരുളപ്പാട് അനുസരിച്ച് ദാവീദ് മുമ്പോട്ട് പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ ദാവീദ് വീണ്ടും ചോദിക്കുന്നുണ്ട്, ദൈവത്തോട് ഞാനിത് ചെയ്യണമോ? ദൈവത്തോട് ആലോചന ചോദിച്ചു. 2 ശമൂവേൽ 2-ാം അധ്യായത്തിൽ 1 പ്രാവശ്യം ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. 2 ശമൂവേൽ 5-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. പിന്നെ 2 ശമൂവേൽ 21-ാം അധ്യായത്തിൽ 1 പ്രാവശ്യവും ദൈവത്തോട് ദാവീദ് ചോദിക്കുന്നുണ്ട്, ഞാനിത് ചെയ്യണമോ, ഞാനിത് പോകണം. അങ്ങനെ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന്റെ ആലോചനയ്ക്ക് അനുസൃതമായിട്ട് മുമ്പോട്ട് നീങ്ങുന്നതായിരിക്കും ദാവീദിനെ നമുക്ക് ദൈവജനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല, ശൗലിനുള്ള ബന്ധത്തിൽ വേറൊരു സന്ദർഭം 1 ശമൂവേൽ 26-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവിടെയും
ശൗലിനെ ഉപദ്രവിക്കാൻ, നിഗ്രഹിക്കുവാനായിട്ട് തനിക്ക് ലഭിച്ചതായിരിക്കുന്ന വളരെ നല്ലൊരു സന്ദർഭം ദാവീദ് എങ്ങനെയാണ് തന്റെ ശത്രുവായിരിക്കുന്ന ശൗലിനോട് പെരുമാറിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. 1 ശമൂവേൽ 26-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിക്കാം. 1 ശമൂവേൽ 26-ന്റെ 8-9. അബീശായി ദാവീദിനോട്, ദൈവം നിന്റെ ശത്രുവിനെ ഇന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് നിലത്തോട് ചേർത്ത് ഒരു കുത്തായിട്ട് കുത്തട്ടെ, രണ്ടാമത് കുത്തുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് അബീശായിയോട്, അവനെ നശിപ്പിക്കരുത്, യഹോവയുടെ അഭിഷിക്തന്റെ മേൽ കൈവച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകും എന്ന് പറഞ്ഞു. അതെ, ഇവിടെ ദാവീദ് വീണ്ടും ശൗലിനോട് കരുണ കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സീഫ് മരുഭൂമിക്ക് തെക്കുള്ളതായിരിക്കുന്ന ഹഖീല കുന്നിൽ ദാവീദ് ഒളിച്ചിരുന്നതായിരിക്കുന്ന സമയത്ത് ശൗലും തന്റെ ആളുകളും ദാവീദിനെ പിന്തുടരുന്നതായിരിക്കുന്ന ആ പശ്ചാത്തലമാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ദാവീദ് എന്താണ് ചെയ്തത്? ദാവീദ് തന്റെ കൂടെയുള്ള ആളുകൾ അബീശായി അപ്പോൾ തന്നെ ശൗലിനോട് പ്രതികാരം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ദാവീദ് അതിന് സമ്മതിക്കാതെ താൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവൻ യഹോവയുടെ അഭിഷിക്തനാകിയാൽ ഞാൻ ഇവന്റെ മേൽ കൈവയ്ക്കുകയില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം ആവർത്തിച്ച് പറയുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെതായിരിക്കുന്ന മനോഭാവം ദാവീദിന്റെ ജീവിതത്തിൽ നാം ദർശിക്കുകയാണ്. മാത്രമല്ല ദാവീദ് അവിടെ ശൗലിന്റെ കുന്തവും ജലപാത്രവും എടുത്തുകൊണ്ട് പോയതായിട്ട് നാം ഈ അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അതിനുശേഷം ശൗലിന്റെ സേനാപതിയായിരുന്ന അബ്നേരിനോട് ഈ കാര്യങ്ങൾ ദാവീദ് പിന്നീട് പറഞ്ഞ് തന്നെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടും ആ അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനെ തുടർന്ന് ശൗലിന്റെ ചെറിയ മാനസാന്തരം ഉണ്ടായി. ശൗല് പറഞ്ഞു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എന്റെ മകനെ ദാവീദേ മടങ്ങി വരിക, എന്റെ ജീവൻ നിനക്ക് വിലയേറെ തോന്നിയത് കൊണ്ട് ഞാൻ ഇനി ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് താൻ മുമ്പോട്ട് പോകുന്നതായിട്ട് നാം ദർശിക്കുകയാണ്. അപ്പോൾ തന്റെ ശത്രുവായിരിക്കുന്ന ശൗലിന് എതിരായിട്ട് തന്നെ നിഗ്രഹിക്കുവാനായിട്ട് ലഭിച്ചതായിരിക്കുന്ന വളരെ നല്ലൊരു അവസരം ദാവീദ് പ്രയോജനപ്പെടുത്തിയില്ല. അതിന്റെ കാരണം ശൗൽ ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നു എന്നുള്ളത് കൊണ്ട് ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കുന്ന കാര്യം. അപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഇതുവരെ നാം കണ്ടത് ദാവീദ് ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച്, ദൈവത്തിന്റെ ആലോചന ലഭിക്കുന്നതനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നത്. ദൈവത്തിന് പ്രസാദമായിട്ടുള്ള കാര്യങ്ങളാണ് താൻ ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും നാം മുമ്പോട്ട് പോകുമ്പോൾ 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ സാധാരണ ഞായറാഴ്ച യോഗങ്ങൾ നാം ഓർക്കുന്നതായിരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, മെഫിബോശത്തിന്റെ കാര്യം. 2 ശമൂവേൽ 9-ാം അധ്യായത്തിൽ മെഫിബോശത്തിൻ്റെതായിരിക്കുന്ന കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ 2 ശമൂവേൽ 9-ന്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. ഇസ്രായേലിലെ രാജാവായിട്ട് ദാവീദ് വന്നതിന് ശേഷം, അവന്റെ രാജ്യത്വം പ്രബലമായി ഉറച്ചതിന് ശേഷം ദാവീദ് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുകയാണ്. സാധാരണഗതിയിൽ ഒരു രാജാവ് രാജ്യത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ ശത്രു കുടുംബത്തിലുള്ളവരെ നിഗ്രഹിക്കുകയാണ് പതിവ്. ശത്രു കുടുംബത്തിലുള്ള ആരെയും സ്പെയർ ചെയ്യുവാനായിട്ട് ഒരു രാജാവും ആഗ്രഹിക്കില്ല. കാരണം അത് അവർക്ക് തന്നെ ഭീഷണിയായിട്ട് തീരുന്നതായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ ദാവീദ് യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ ദാവീദിനോട് ഒരു കാര്യം പറഞ്ഞു: യോനാഥാന്റെ മകനായി മെഫിബോശത്ത് എന്ന പേരുള്ള ഒരുവൻ ഉണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യം ദാവീദിന് അറിവ് കിട്ടി. ഇനി നാം 3-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ ദയ കാണിക്കേണ്ടതിന്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു പദപ്രയോഗമാണിത്. ദാവീദ് ദൈവത്തിന്റെ ദയയാണ് കാണിക്കുന്നത്. മാനുഷികമായ നിലയിൽ ആർക്കും ഇതുപോലെ ഇടപെടുവാനായിട്ട് കഴിയില്ല. ശത്രു കുടുംബത്തിലുള്ളതായിരിക്കുന്ന ഒരു രാജകുമാരനെ ഈ ഭൂമിയിൽ വെച്ചേക്കുക എന്ന് പറയുന്ന അസാധാരണമായിട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ദാവീദ് ദൈവത്തിന്റെ ദയ കാണിച്ച് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതായിട്ട് നാം കാണുന്നു. അവിടെ അതിന് ദാവീദിന് ലഭിച്ചായിരിക്കും ഉത്തരം: 2 കാലം മുടന്തായിട്ട് യോനാഥാന്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ഈ കാര്യം കേട്ടപ്പോൾ ദാവീദ് ആളെ അയച്ച് മെഫിബോശത്തിനെ ലോദെബാരിൽ അമ്മീയേലിന്റെ വീട്ടിൽ നിന്ന് വരുത്തി. അങ്ങനെ മെഫിബോശത്ത് ദാവീദ് രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നു. നമുക്കറിയാവുന്ന വേദഭാഗമാണത്. അവിടെ വന്നപ്പോൾ മെഫിബോശത്ത് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയിൽ നീ കടാക്ഷിപ്പാൻ അടിയിൽ എന്തുള്ളൂ എന്ന് പറഞ്ഞു. തുടർന്ന് വായിക്കുമ്പോൾ ദാവീദ് മെഫിബോശത്തിന് തന്റെ മേശയിൽ ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ളതായിരിക്കുന്ന
ആ പദവി നൽകി. ഒന്ന് വിചാരിച്ചു നോക്കുക, മെഫിബോശത്തിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലൈഫ് ഒന്ന് സ്പെയർ ചെയ്താൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. കാരണം താൻ ശത്രു കുടുംബത്തിൽ പെട്ടവനാകൊണ്ട് ദാവീദ് രാജാവിനെ ജീവിക്കാൻ അനുവദിച്ചാൽ തന്നെ വലിയ കാര്യമാണ്. എന്നാൽ ദാവീദ് അതിനേക്കാൾ എത്രയോ മുമ്പോട്ട് പോയി തന്നെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു രാജാവിന്റെ മേശയിൽ ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ളതായിരിക്കുന്ന ആ പദവി നൽകി. അത് മാത്രമല്ല, രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ ദാവീദ് മെഫിബോശത്തിനെ ട്രീറ്റ് ചെയ്യുന്നതായിട്ട് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്രയോ മനോഹരമായിട്ടുള്ളതായിരിക്കുന്ന ഒരു മാതൃകയാണ് ദാവീദിന്റെ ജീവിതത്തിൽ നാം കാണുന്നത്. മെഫിബോശത്തിനോട് കരുണ കാണിച്ചു, അവനെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു, രാജകുമാരന്മാർ ഒരുത്തനെ പോലെ അവനോട് പെരുമാറുന്നതായിട്ടുള്ളതായിരിക്കുന്ന അനുഗ്രഹീതമായിട്ടുള്ള ഭാഗം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും നാം ദാവീദിനെ കുറിച്ച് ചിന്തിച്ചതെല്ലാം ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് തികച്ചും അന്വർത്ഥമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതുവരെയുള്ള ദാവീദിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് ദൈവത്തിന്റെ ആലോചന താൻ പ്രാപിച്ചതിന് അനുസൃതമായിട്ടാണ് തന്റെ ജീവിതം മുമ്പോട്ട് പോയത്. താൻ ചെയ്തതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ 2 ശമൂവേൽ 9 അധ്യായത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്താണ് ദാവീദ് ഇരിക്കുന്നത്. ഇനി നാം ഒരധ്യായം മുമ്പോട്ട് പോയി 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് വലിയ പാപത്തിൽ അകപ്പെട്ടതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് പരിചയമുള്ളതാകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. 2 ശമൂവേൽ 11 അധ്യായത്തിൽ ദാവീദ് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന കാലത്ത് അരമനയിൽ താമസിച്ചതുകൊണ്ട് താൻ കാണാൻ പാടില്ലാത്തായിരിക്കുന്ന കാര്യങ്ങൾ കാണുകയും വലിയ പാപത്തിൽ ദാവീദ് അകപ്പെടുകയും ദാവീദിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വീഴ്ച അവിടെ സംഭവിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് 2 ശമൂവേൽ 11 അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ 2 ശമൂവേൽ 9, 10 അധ്യായം വരെയുള്ള സന്ദർഭത്തിൽ ദൈവത്തിലേക്ക് മാത്രം നോക്കി ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയത്താൽ നല്ല ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിച്ചതായിരിക്കുന്ന ദാവീദ് 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ ജഡത്തിലുള്ളതായിരിക്കുന്ന ആശ്രയ നിമിത്തം ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയം വിട്ടപ്പോൾ വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു തെറ്റിൽ ദാവീദ് അകപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതായിരിക്കുന്ന കാര്യമാണ്. അതിന്റെ അനന്തരഫലങ്ങൾ ദാവീദ് വളരെ അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. താൻ ചെയ്തതായിരിക്കുന്ന പാപത്തിന്റെ ശിക്ഷ തന്റെ കുടുംബത്തിൽ ദാവീദ് അനുഭവിച്ചു. അത് നമുക്ക് ബൈബിൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ വളരെ ഭക്തനായിട്ട് ജീവിച്ചതായിരിക്കും ദാവീദ് പാപത്തിന്റെ പ്രലോഭനത്തിൽപ്പെട്ട് തന്റെ ജീവിതത്തിൽ വളരെ ഗുരുതരമായിരിക്കുന്ന വീഴ്ച സംഭവിച്ചു പോയി എന്നുള്ളത് ദൈവവചനം നമ്മോട് പറയുന്നതായിരിക്കുന്ന കാര്യമാണ്. ദാവീദ് ചെയ്തതായിരിക്കുന്ന പാപത്തെക്കുറിച്ച് അനുതപിച്ചു. അത് ദൈവം ദാവീദിനോട് ക്ഷമിച്ചു. തനിക്ക് പിന്നെയും ദൈവം അവസരങ്ങൾ നൽകി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് വരികിലും താൻ ചെയ്തതായിരിക്കുന്ന തെറ്റിന് അതിനനുസൃതമായിരിക്കുന്ന ശിക്ഷ ദാവീദ് ഈ ലോകത്തിൽ വെച്ച് അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ എന്താണ് നമ്മളോട് പറയുന്നത്? നാം എല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരായതുകൊണ്ട് നമുക്ക് എപ്പോഴും പാപത്തിൽ വീഴാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 13 അധ്യായത്തിന്റെ 36 വാക്യത്തിൽ ദാവീദിനെ കുറിച്ച് ദൈവത്തിന്റെ സാക്ഷ്യം നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 13:36 വാക്യം വായിക്കാം. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. വളരെ മനോഹരമായിട്ടുള്ളതായിരിക്കുന്ന ഒരു സാക്ഷ്യമാണ് ദാവീദിനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. എന്നാൽ ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംക്ഷേപിക്കുന്നതായിരിക്കുന്ന ഒരു വേദഭാഗത്ത് ദാവീദിന്റെ ജീവിതത്തിലെ പരാജയം കൂടെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1 രാജാക്കന്മാർ 15 അധ്യായത്തിന്റെ 5 വാക്യം വായിക്കാം. 1 രാജാക്കന്മാർ 15 അധ്യായത്തിന്റെ 5 വാക്യം. ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്യനായ ഊര്യാവിന്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിലൊന്നും തന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും വിട്ടുമാറിയിട്ടില്ല. ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായിട്ട് ദൈവാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ചായിരിക്കുന്ന ആ വീഴ്ച കൂടെ എടുത്തു പറയുന്നതായിട്ട് നാം ഇവിടെ കാണുകയാണ്. ജീവിതകാലം മുഴുവൻ ദൈവഭക്തനായിട്ട് ജീവിച്ച് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തായിരിക്കും ദാവീദിന്
തന്റെ ജീവിതത്തിൽ പാപത്തിൽ വീണ പരാജയം വന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ ഭയനിർദ്ദേശമായിട്ട് ഇവിടെ നിലനിൽക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നുള്ളതായിരിക്കുന്ന ദൈവവചനം എത്രയോ അന്വർത്ഥമായിട്ട് നാം ഉൾക്കൊള്ളേണ്ടതാണെന്നുള്ളതായിരിക്കുന്ന ചിന്ത ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നുണ്ട്. ഇനി വേറൊരു ദൃഷ്ടാന്തത്തിലേക്ക് നമുക്ക് പോകാം. വളരെ സംക്ഷിപ്തമായിട്ട് ഞാനൊന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. രണ്ടാമതായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചതായിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഏലിയ പ്രവാചകന്റെ ജീവിതമാണ്. നമുക്കറിയാം, ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധനയിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ട് ദൈവം നിയോഗിച്ച ഒരു വലിയ പ്രവാചകനായിരുന്നു. 1 രാജാക്കന്മാർ 17 അധ്യായം വായിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് അനുസരിച്ച് പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ടായി, നീ ചെന്ന് കെരീത്ത് തോട്ടിന് അരികെ ഒളിച്ചിരിക്കാം. അങ്ങനെ ലഭിച്ചതായിരിക്കുന്ന അരുളപ്പാട് അനുസരിച്ച് താൻ മുമ്പോട്ട് പോയി താൻ തോട്ടിൽ ഒളിച്ചിരുന്നു. പിന്നീട് ദൈവത്തിന്റെ അരുളപ്പാട് ഏലിയാവിനുണ്ടായി, സാരെഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അങ്ങനെ ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ച് ഏലിയാ പ്രവാചകൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് 1 രാജാക്കന്മാർ 18 അധ്യായത്തിലേക്ക് വരുമ്പോൾ കർമ്മേൽ പർവ്വതത്തിൽ ഒരു വലിയ യാഗം, ഒരു ഹോമയാഗം നടക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ ദൈവത്തെ വിട്ട് ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുന്നതായിരിക്കുന്ന കാലത്ത് യഹോവയാണ് ദൈവമെന്ന് ഇസ്രായേൽ മക്കളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് ഒരു യാഗം കർമ്മേൽ പർവ്വതത്തിൽ നടത്തുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 1 രാജാക്കന്മാർ 18 വായിക്കുമ്പോൾ ഏലിയാവ് ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പന പോലെ തന്നെ ഹോമയാഗം അവിടെ നടത്തുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് വലിയ വിജയമുണ്ടായി. കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവിൻ്റെതായിരിക്കുന്ന ഹോമയാഗം ആകാശത്ത് നിന്ന് തീയിറങ്ങി ദൈവം ദഹിപ്പിച്ചു. എന്നാൽ ബാലിന്റെയും അതുപോലെ ഇസബേലിന്റെ ആളുകളായിരിക്കുന്ന ബാലിന്റെ പ്രവാചകന്മാരുടേതായിരിക്കുന്ന യാഗത്തിന് യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ യഹോവ തന്നെയാണ് ദൈവം എന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ മക്കളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവിന് കർമ്മേൽ പർവ്വതത്തിൽ സാധിച്ചു. അങ്ങനെ വലിയ വിജയം തന്റെ ശുശ്രൂഷയിൽ ഉണ്ടായി. അങ്ങനെയുള്ളതായിരിക്കുന്ന ഏലിയാവിന് എന്താണ് പിന്നീട് സംഭവിച്ചതെന്നുള്ളത് 19 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 19 അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 19 3-4 വാക്യങ്ങൾ. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്ക് ഉൾപ്പെടെയുള്ള ബേർഷേബിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ പ്രവാചകനായിരിക്കുന്ന ഏലിയാന്റെ ജീവിതത്തിൽ സംഭവിച്ചതായിരിക്കുന്ന കാര്യമാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിനു വേണ്ടി വളരെ ശക്തമായിട്ട് നിലനിന്ന് വൻകാര്യങ്ങൾ ചെയ്തതായിരിക്കുന്ന ഏലിയ പ്രവാചകൻ 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ ഭയപ്പെട്ടു ജീവരക്ഷയ്ക്കായിട്ട് ഓടിപ്പോകുന്നതായിട്ട് നാം കാണുകയാണ്. ഇസബേൽ പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ നിമിത്തം സ്വന്തം ജീവനെ പേടിച്ച് ഏലിയാവ് ഇപ്പോൾ ഓടുകയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നതായിരിക്കുന്ന കാര്യം, ഇതുവരെയും ദൈവത്തിലുള്ള ആശ്രയത്താൽ ദൈവത്തിനു വേണ്ടി നിലനിന്നതായിരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന ഏലിയാവിന് വളരെ പെട്ടെന്ന് ദൈവമുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ താൻ ഭയപ്പെട്ടു ഓടി ഒളിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് ഇതുവരെയും ഏലിയാവിന് വിജയം ലഭിച്ചത്. ഏലിയാവിന്റെ പ്രത്യേകമായിട്ടുള്ളതായിരിക്കുന്ന കഴിവുകളൊന്നും ആയിരുന്നില്ല. എന്നാൽ ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയം തനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ, താൻ തന്നിലേക്ക് തന്നെ നോക്കിയപ്പോൾ ഏലിയാവ് ഭയപ്പെട്ട് സ്വന്തം ജീവരക്ഷിക്കാർ ഓടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായിരിക്കുന്ന കാര്യം ഇതാണ്: മാൻ അറ്റ് ഹിസ് വെരി ബെസ്റ്റ് ഈസ് മാൻ ഓൺലി. മനുഷ്യൻ എത്ര ഉന്നതനാണെങ്കിലും മനുഷ്യനാണ്. മനുഷ്യൻ്റെതായിരിക്കുന്ന ബലഹീനത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. 103-ാം സങ്കീർത്തനത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 103-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നമ്മുടെ പ്രകൃതി ദൈവത്തിന് ശരിയായിട്ട് അറിയാം. നാം പൊടിയാണെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവവചനത്തിലൂടെ നമുക്ക് ദൈവികമായ അനേക വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് ഭയപ്പെടേണ്ട എന്നുള്ളത്.
ഏലിയാവിനെ സംബന്ധിച്ച് നാം കണ്ടു, ഏലിയാവ് ഭയപ്പെട്ട് ഓടിപ്പോയി. അപ്പോൾ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചതായിരിക്കുന്ന പരാജയം എന്ന് പറയുന്നത് താൻ ഭയപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെടുവാനായിട്ടുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവദിനത്തിൽ 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വേദ പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ഫിയർ നോട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ആണ്ടിന്റെ ഓരോ ദിവസവും, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കുന്ന വാഗ്ദത്തം ഇതാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അങ്ങനെ ദൈവിക വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് നാം ആശ്രയിക്കുന്ന വരികൾ ഭയപ്പെടാതെ മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നതായിരിക്കുന്ന കാര്യമാണ്. ഈ ഭയത്തിന്റെ ഉറവിടത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. എവിടെയാണ് ഇതിന്റെ ഒറിജിൻ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ഇവിടെ ആദം ദൈവത്തോട് പറയുന്ന കാര്യമാണ് നാം വായിച്ചത്. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു. അപ്പോൾ ഭയപ്പെടുന്നതിന്റെ ഫലമായിട്ട് ദൈവത്തെ വിട്ട് ഓടി ഒളിക്കുന്നതായിരിക്കുന്ന ആദമിനെ ഹവ്വയും നമുക്ക് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏലിയാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെയുള്ളതായിരിക്കുന്ന ഭയം നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ടുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നാം ആശ്രയിക്കുന്ന വരികൾ ഭയപ്പെടാതെ മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നതാണ്. അത് നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന പ്രായോഗികമായിരിക്കുന്ന നിർദ്ദേശമാണ്. ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ ആ വാഗ്ദത്തത്തിൽ നമുക്ക് വിശ്വസിച്ച് ആശ്രയിക്കുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ ഭയപ്പെടാതെ മുമ്പോട്ട് പോകുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലും ദൈവം സഹായിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതുവരെ നാം ചിന്തിച്ചതായിരിക്കുന്ന 2 ഉദാഹരണങ്ങളിലും 2 ദൃഷ്ടാന്തങ്ങളിലും അവരുടെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന പരാജയമാണ് നാം കണ്ടത്. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു എന്ന് വരികിലും 2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ ദാവീദ് പാപത്തിൽ വീണു പരാജയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏലിയാവ് ദൈവത്തിന് വേണ്ടി വളരെ വൻകാര്യങ്ങൾ ചെയ്ത പ്രവാചകനായിരുന്നു എന്ന് വരികിലും 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ഏലിയാവിന്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന ഒരു പരാജയത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും പരാജയം വരാതെ ജീവിതത്തിൽ വീഴാതെ നിലനിന്നതായിരിക്കുന്ന ഒരു ഉദാഹരണം കൂടെ നമുക്ക് പരിശോധിക്കാം. ജീവിതത്തിൽ ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയത്താൽ വീണുപോകാതെ നമുക്ക് നിലനിന്നതായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കൂടെ തിരുവചനത്തിൽ നിന്ന് പരിശോധിക്കാം. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ യോസേപ്പിന്റെ ചരിത്രം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളതായിരിക്കുന്ന കാര്യമാണ്. യോസേപ്പ് പിതാക്കന്മാരിൽ 7ാമത്തെ ആളാണ്. ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ യോസേപ്പിന്റെ ചരിത്രം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ളതായിരിക്കുന്ന 14 അധ്യായങ്ങളിൽ 38-ാമത്തെ അധ്യായം ഒഴികെ ഉള്ള 13 അധ്യായങ്ങളിൽ യോസേപ്പിന്റെ ജീവചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 17 വയസ്സുള്ളതായിരിക്കുന്ന സന്ദർഭം മുതൽ തന്റെ ജീവിതത്തിന് അന്ത്യം വരെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോസേപ്പിന്റെ ജീവിതത്തിലും വളരെ കഠിനമായിട്ടുള്ളതായിരിക്കുന്ന പരീക്ഷകൾ താൻ അഭിമുഖീകരിച്ചു. എന്നാൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, ആ പരീക്ഷയിൽ താൻ വീണില്ല. താൻ നിലനിൽക്കുവാനായിട്ട്, വീഴാതെ നിലനിൽക്കുവാനായിട്ട് ഇടയായിട്ട് തോന്നുന്നുള്ളൂ. നമുക്ക് എല്ലാ കാലത്തും വളരെ സന്തോഷവും ഉത്സാഹവും നൽകുന്നതായിരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് യോസേപ്പിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ വീഴാതെ തനിക്ക് നിലനിൽക്കുവാനായിട്ട് കഴിഞ്ഞത്? അത് നമുക്ക് പരിശോധിക്കാം. അതിനൊറ്റയൊരു കാരണമുള്ളൂ, അത് ഞാൻ പിന്നാലെ വിശദീകരിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. ഉൽപ്പത്തി ദിവസം 39-ാം അധ്യായത്തിൽ പൊത്തീഫറിന്റെ ഭവനത്തിൽ യോസേപ്പിന് നേരിട്ടതായിരിക്കുന്ന വലിയ പരീക്ഷയുടെ കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ 9-ാമത്തെ വാക്യത്തിൽ യോസേപ്പ് പറയുന്നതായിരിക്കുന്ന കാര്യം, ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ. യോസേപ്പ് പറയണം, ഞാൻ ദൈവത്തോട് എങ്ങനെയാണ് പാപം ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് യോസേപ്പ് കേവലം പറയുക മാത്രമല്ല, തന്റെ ആ പ്രവൃത്തിയിൽ വരുന്നതായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പൊത്തീഫറിന്റെ ഭവനത്തിൽ പാപം ചെയ്യാനായിട്ട് ഉള്ളതായിരിക്കുന്ന സാഹചര്യം വന്നപ്പോൾ യോസേപ്പ് ദൈവത്തിൽ ആശ്രയിച്ചു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി 40-ാം അധ്യായം, ഉൽപ്പത്തി 40-ന്റെ
8-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 40:8. അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസേഫ് അവരോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അത് എന്നോട് പറവിൻ എന്ന് പറഞ്ഞു. ഇവിടെ യോസേഫ് മിസ്രൈമിലെ കാരാഗൃഹത്തിലായിരിക്കുകയാണ്. ചെയ്യാത്തതായിരിക്കുന്ന തെറ്റിന് തന്നെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. അങ്ങനെ കാരാഗൃഹത്തിൽ കഴിയുന്നതായിരിക്കുന്ന യോസേഫ് തന്റെ കാരാഗൃഹത്തിൽ കിടന്ന സഹ തടവുകാരോട് പറയുന്നതായിരിക്കുന്ന വാക്കുകളാണ് നാം ഇവിടെ കാണുന്നത്. താൻ ഇങ്ങനെയാണ് പറയുന്നത്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലേ. അവിടെയും യോസേഫ് ദൈവത്തെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി അതിന്റെ 41-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം, ഉൽപ്പത്തി 41:25. അപ്പോൾ യോസേഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ, താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ 28-ാമത്തെ വാക്യം, ദൈവം ചെയ്യുവാൻ ഭാവിക്കുന്നത് ഫറവോന് കാണിച്ചു തന്നിരിക്കുന്നു, അതാകുന്നു ഞാൻ ഫറവോനോട് പറഞ്ഞത്. 32-ാമത്തെ വാക്യം, ഫറവോനോട് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കുക കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കുക കൊണ്ടും ആകുന്നു. ഇവിടെ യോസേഫ് മിസ്രൈമിലെ ഭരണാധികാരിയായിരിക്കുന്ന ഫറവോന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഫറവോൻ കണ്ടതായിരിക്കും സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ട് യോസേഫിനെ വിളിച്ചു വരുത്തി. അങ്ങനെ ഫറവോന്റെ മുമ്പിൽ നിന്ന് ഉത്തരം പറയുന്നതായിരിക്കുന്ന യോസേഫിന്റെ വാക്കുകൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ താൻ ദൈവത്തെക്കുറിച്ച് പറയുന്നതായിട്ട് എല്ലാ വാചകത്തിലും കാണുന്നത്. 41:16 വായിക്കുന്നത് ഇങ്ങനെയാണ്, അതിന് യോസേഫ് ഫറവോനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായൊരു ഉത്തരം നൽകും എന്ന് പറഞ്ഞു. അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യോസേഫ് ഫറവോനോട് പറഞ്ഞു, ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ, താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ അതിന് 32-ാമത്തെ വാക്യം, ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കൊണ്ടും ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാൻ ഇരിക്കൊണ്ടും ആകുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ആവർത്തിച്ച് ഫറവോനോട് യോസേഫ് പറയുന്നതായിട്ട് നാം കാണും. തനിക്ക് ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞ് തന്റെ സ്വന്തമായ കഴിവുകൊണ്ടൊന്നുമല്ല, പിന്നെയോ ദൈവം തന്ന വെളിപ്പെടുത്തലാണ് എന്ന് മിസ്രൈമെ ഭരണാധികാരിയായിരിക്കുന്ന ഫറവോന്റെ മുമ്പിൽ താൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അതിന്റെ 41-ാം അധ്യായത്തിന്റെ 51, 52 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യോസേഫ് പറയുന്നത്, എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനം ഒക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ 2-ാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചപ്പോൾ അവർക്ക് പേരിടുന്നതായിരിക്കുന്ന സാമർത്ഥ്യം യോസേഫ് പറയാണ്, ദൈവം സങ്കടദേശത്ത് എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും നാം യോസേഫിന്റെ ജീവിതത്തിലൂടെ കൂടെ മുമ്പോട്ട് പോകുമ്പോൾ തന്റെ സഹോദരന്മാരോടുള്ളായിരിക്കുന്ന തന്റെ ഏർപ്പാടുകൾ നോക്കിയാൽ 42-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിക്കും. ഉൽപ്പത്തി 42:18. 3-ാം ദിവസം യോസേഫ് അവരോട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യുവിൻ. ഇവിടെ തന്റെ സ്വന്തം സഹോദരന്മാർ അവരോടുള്ളായിരിക്കുന്ന തന്റെ ആ ഏർപ്പാട് നോക്കുക. താൻ പറയുകയാണ്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. നമുക്കറിയാം യോസേഫിന്റെ സഹോദരന്മാർ വന്ന് തന്നോട് പറഞ്ഞു, ഞങ്ങൾ പരമാർത്ഥികളാണ്. അപ്പോൾ അവരുടെ പരമാർത്ഥത ഒന്ന് പരിശോധിക്കുവാനായിട്ട് യോസേഫ് ചെയ്തതായിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിനു മുമ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അതിനുശേഷം താൻ അവരോട് പറയുകയാണ്, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. ഇനി 43-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെയും സഹോദരന്മാരോട് താൻ പറയുന്നത് 43:23. അതിന് അവൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ദൈവം തന്നെ, നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കുന്നു, നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ശിമയോനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. ഇവിടെയും യോസേഫ് തന്റെ സഹോദരന്മാരെ പറയാണ്, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ദൈവം തന്നെ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടണം, നിങ്ങളുടെ ദൈവം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ആവർത്തിച്ച് താൻ പറയുന്നതായിട്ട് നാം അവിടെ കാണുകയാണ്. അതിന് 29-ാമത്തെ വാക്യം, ഉൽപ്പത്തി 41:29. പിന്നെ അവൻ തല ഉയർത്തി തന്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമീനെ കണ്ടു. നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരനോ ഇവൻ എന്ന് ചോദിച്ചു. ദൈവം നിനക്ക് കൃപ നൽകട്ടെ മകനെ എന്ന് പറഞ്ഞു. അവിടെ തന്റെ സഹോദരനായിരിക്കുന്ന ബെന്യാമീനെ കണ്ടപ്പോൾ യോസേഫ് പറയാണ്, ദൈവം നിനക്ക് കൃപ നൽകട്ടെ. ഇനിയും 45-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കും. ഇവിടെ എല്ലാം യോസേഫ് തന്റെ സഹോദരന്മാരെയാണ് ഡീൽ ചെയ്യുന്നത്. 45:5. എന്നെ ഇവിടെ വിട്ടതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഇതിന്റെ 7-ാമത്തെ വാക്യം, ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും
ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. 8ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അങ്ങനെ ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവന്റെ ഗൃഹത്തിനൊക്കെയും യജമാനെ മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. 9ാമത്തെ വാക്യം വായിക്കും, നിങ്ങൾ ബന്ധപ്പെട്ട എന്റെ അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ മകനായ യോസേഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രൈമിനൊക്കെയും അധിപതി ആക്കിയിരിക്കുന്നു. അപ്പോൾ തന്റെ സ്വന്തം സഹോദരന്മാരോടുള്ളതായിരിക്കുന്ന ഡീലിങ്സിലെല്ലാം ദൈവത്തെക്കുറിച്ച് ആവർത്തിച്ച് യോസേഫ് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി 48ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ വീണ്ടും അത് തന്റെ പിതാവായിരിക്കുന്ന യാക്കോബിനോട് യോസേഫ് പറയുന്ന 48ന്റെ 9ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 48:9. ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസേഫ് അപ്പനോട് പറഞ്ഞു. അവരെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഇവിടെ യോസേഫ് തന്റെ 2 പുത്രന്മാരെയും തന്റെ പിതാവായിരിക്കുന്ന യാക്കോബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ യോസേഫ് പറയാണ്, ദൈവം എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാരാണ് ഇവർ എന്ന് പറയുന്നു. ഇനി 50ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്റെ സ്വന്തം സഹോദരന്മാരുള്ളതായിരിക്കുന്ന യോസേഫിന്റെ ഡീലിങ്സ് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. തന്റെ പിതാവായിരിക്കുന്ന യാക്കോബ് മരിച്ചു പോയതിനു ശേഷം യോസേഫിന്റെ സഹോദരന്മാർ ഭയപ്പെട്ടു. അവർ വിചാരിച്ചു തങ്ങൾ ചെയ്തായിരിക്കുന്ന ദോഷത്തിന് തക്കവണ്ണം തങ്ങളോട് പ്രതികാരം ചെയ്യുമെന്ന് വിചാരിച്ച് തന്റെ അടുത്ത് വന്നപ്പോൾ യോസേഫ് പറഞ്ഞത് എന്താണ് നമുക്ക് നോക്കാം. 50ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ വായിക്കാം. യോസേഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. അവിടെ യോസേഫ് തന്റെ സഹോദരന്മാർ പറയാണ്, നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടത് അതിനെ ഗുണമാക്കി തീർത്തു. ഇനി അതിന്റെ ഒടുവിൽ നാം 24ാം വാക്യത്തിൽ വായിക്കുന്നു, അനന്തരം യോസേഫ് തന്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോട് ഇസാക്കിനോട് യാക്കോബിനോട് സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അപ്പോൾ ഞാൻ ഈ വാക്യങ്ങളൊക്കെ വായിച്ചു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രം പറയാനായിട്ടാണ്. ഒരു ദൈവദാസൻ അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഓൾമോസ്റ്റ് എവരി വേർഡ് ദാറ്റ് ജോസഫ് സ്പീക്സ് ഹാസ് ദ നെയിം ഓഫ് ഗോഡ് ഇൻ ഇറ്റ്. യോസേഫ് സംസാരിക്കുന്ന ഓൾമോസ്റ്റ് ഓരോ വാചകത്തിലും ദൈവത്തെക്കുറിച്ച് താൻ പറയുന്നുണ്ട്. ജോസഫ് ഡിപ്പെൻഡഡ് ഓൺ ഗോഡ്, ദൈവത്തിൽ പൂർണ്ണമായിട്ട് താൻ ആശ്രയിച്ചു. അത് കേവലം കുറച്ചു നാളത്തേക്ക് മാത്രമല്ല, തന്റെ ജീവിതം ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയം യോസേഫിന്റെ ജീവിതത്തിൽ നമുക്ക് ആദ്യയോടൊന്നും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് താൻ പാപത്തിൽ വീഴാതെ നിലനിൽക്കുവാനായിട്ട് ഇടയായിട്ട് എത്രയോ സന്തോഷകരമായിട്ടുള്ളതായിരിക്കുന്ന കാര്യം. ദൈവത്തിലുള്ള നിരന്തരമായിരിക്കുന്ന ആശ്രയത്താൽ യോസേഫിന് നിലനിൽക്കുവാനായിട്ട് കഴിഞ്ഞു. അത് നമ്മയും പ്രചോദിപ്പിക്കേണ്ടുന്ന ഒന്നാണ്. ഓൾമോസ്റ്റ് എവരി സെന്റൻസ് നാം വായിച്ച വാക്യങ്ങൾ കാണുന്നുണ്ട്, ജോസഫ് സ്പോക്ക് ഹാസ് ദ നെയിം ഓഫ് ഗോഡ് ഇൻ ഇറ്റ്. ദൈവത്തിലുള്ളതായിരിക്കും തന്നെ ആശ്രയത്തെ അത് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് വീഴാതെ വണ്ണം ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നമുക്കുള്ളതായിരിക്കുന്ന ഈ മുന്നറിയിപ്പ് നാം ഉൾക്കൊള്ളുമ്പോൾ യോസേഫിനെ പോലെ ദൈവത്തിലുള്ളതായിരിക്കുന്ന തുടർമാനമായിട്ടുള്ള ആശ്രയമാണ് അതിനുള്ളതായിരിക്കുന്ന ഏക പോംവഴി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1-2 വാക്യം കൊണ്ട് വായിച്ച് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. യൂദയുടെ ലേഖനം 24ാം വാക്യം വായിക്കാം. യൂദ 24. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ. ഇവിടെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാനായിട്ട് കർത്താവ് ശക്തനാണെന്നുള്ളതായിരിക്കുന്ന ആ പ്രചോദനം യൂദയുടെ ലേഖനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. നാം ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുവാനായിട്ട് നമ്മുടെ കർത്താവിന് സാധിക്കും. യോസേഫിന്റെ ജീവിതം നമുക്ക് അതിനൊരു പ്രചോദകമായിട്ടാണ് ഇരിക്കുന്നത്. ഇനിയും 2 വാക്യങ്ങളോട് വായിക്കാം. റോമാലേഖനം 7ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ സഭയിൽ ചില നാളുകളായിട്ട് റോമാലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോമാലേഖനം 7ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മിലുള്ളതായിരിക്കുന്ന പാപപ്രമാണത്തെക്കുറിച്ച് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയും. റോമർ 7ന്റെ 18 മുതൽ 20 വരെ വായിക്കാം. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പോൾ റോമലേഖനം 7ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ നമ്മിലുള്ളതായിരിക്കുന്ന പാപപ്രമാണത്തെക്കുറിച്ച് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം എല്ലാവരും വീണ്ടും ജനിച്ചവരാണ്.
നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ പുതിയ സൃഷ്ടിയാണ്, അതൊക്കെ ശരിയാണെന്ന് വരികിലും നമ്മിലുള്ളതായിരിക്കുന്ന പാപപ്രകൃതി നമ്മെ വിട്ടു പോകുന്നില്ല. അതുകൊണ്ട് പാപത്തിൽ വീഴാനുള്ളതായിരിക്കുന്ന എല്ലാ സാധ്യതയും, പാപം ചെയ്യാനുള്ളതായിരിക്കുന്ന എല്ലാ കഴിവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് ദൈവത്തിന് വളരെ ശക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവത്തിൽ ഉള്ള നിരന്തരമായിരിക്കുന്ന ആശ്രയത്താൽ, ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കും. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുവാനായിട്ട് കർത്താവ് ശക്തനാണെന്നുള്ളതായിരിക്കുന്ന ആ പ്രചോദനം ദൈവജനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കുന്ന കാര്യമാണ്. 125-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങുകയില്ല. കുലുങ്ങാത്തവരായിട്ട് നമുക്ക് നിലനിൽക്കുവാനായിട്ട് ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയത്താൽ സാധിക്കും. അതുകൊണ്ട് നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്ന പോലെ, ആകയാൽ താൻ നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നുള്ളതായിരിക്കുന്ന മുന്നറിയിപ്പ് നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊണ്ട് യോസേപ്പിനെ പോലെ ദൈവത്തിലുള്ളതായിരിക്കുന്ന ആശ്രയത്താൽ നമ്മുടെ ജീവിതം നയിക്കുവാനും വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന കർത്താവിൽ ശരണപ്പെട്ട് ജീവിക്കുവാനും ഈ ചിന്തകൾ നമുക്കൊരു സഹായകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം ഇതിലൂടെയും മഹിമപ്പെടുവാൻ ഇടയായി തീരട്ടെ.